നമസ്കാരം. അക്കീഷാന വേവ്സിന്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വിഷയം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. 35-നും 60-നും വയസ്സിനും ഇടയിലുള്ള വനിതകൾക്ക് സന്തോഷകരമായ വാർത്തയാണ് ഈ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ കൃത്യമായി ഇതിന്റെ മാനദണ്ഡം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർ മുഖേനമാണ് ഇതിന്റെ അപേക്ഷ നൽകേണ്ടത്. നിലവിൽ അതിന്റെ അപേക്ഷ ഫോറം ലഭ്യമായിട്ടില്ല എങ്കിലും അറിയാൻ പറ്റാവുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നത് സ്മാർട്ട് വഴി അതിന്റെ ആപ്ലിക്കേഷൻ ഓൺലൈനിലൂടെ വിളിക്കുമെന്നാണ്. അതിനുമുമ്പ് ഇതിന്റെ മാനദണ്ഡം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സംസ്ഥാന സർക്കാർ 11ഓളം പൊതു മാനദണ്ഡങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ മാനദണ്ഡം പറയുന്നത് കേരള സംസ്ഥാനത്തിലുടനീളമുള്ള AAY അന്ത്യോദയ അന്നയോജന, അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട PHH-ൽപ്പെട്ട പിങ്ക് കാർഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇതിന്റെ അർഹതാ മാനദണ്ഡം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പൊതുവായി ആദ്യത്തെ മാനദണ്ഡത്തിനകത്ത് പറയുന്നത്. കേരള സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ള 35-നും 60-നും വയസ്സിന് ഇടയിലുള്ള ട്രാൻസ് വുമൺ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കായിരിക്കും ഇതിന്റെ അർഹത മാനദണ്ഡം ഉണ്ടായിരിക്കുക. പ്രസ്തുത പ്രായപരിധി കഴിയുന്നത് മുതൽ ആ വ്യക്തികൾക്ക് ഇതിന്റെ പെൻഷൻ അർഹത മാനദണ്ഡം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിനകത്ത് ഉന്നയിക്കുന്ന വിഷയം. നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ കൂടാതെ കേരളത്തിലുടനീളം നടപ്പിലാക്കിയിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിതർക്കുള്ള പെൻഷൻ, കൂടാതെ കുടുംബ പെൻഷനുകള്, മറ്റ് ക്ഷേമതയിൽ ഉൾപ്പെട്ടവർക്കുള്ള പെൻഷനുകള്, സർവീസ് പെൻഷനുകൾ, സർവീസ് പെൻഷനുകൾ കൂടാതെ തന്നെ വരുന്ന EPF പെൻഷനുകൾ ലഭിക്കുന്നവർക്കൊന്നും ഈ ഒരു പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്തിനകത്ത് നിന്ന് സ്ഥിരതാമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർവീസിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയോ കരാർ നിയമനത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന പക്ഷം ഈ പെൻഷന്റെ അർഹതാ മാനദണ്ഡം ഒഴിവാക്കപ്പെടുന്നതാണ്. കൂടാതെ അന്ത്യോദയ അന്നയോജന, PHH മുൻഗണനാ വിഭാഗം എന്നീ റേഷൻ കാർഡ് ഉടമകൾ അവർ റേഷൻ കാർഡ് ഉടമ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറി വെള്ള കാർഡാവുകയോ നീല കാർഡാവുകയോ ചെയ്യുകയാണെങ്കിലും അവരുടെ പെൻഷൻ അർഹതാ മാനദണ്ഡം ഒഴിവാവുന്നതാണ്. കൂടാതെ ഗുണഭോക്താവ് മരണപ്പെട്ടതിനു ശേഷം അതിന്റെ അവകാശികൾക്ക് യാതൊരുവിധ അർഹതാ മാനദണ്ഡവും ഉണ്ടായിരിക്കുന്നതല്ല. ഗുണഭോക്താവ് 1 മാസമോ അതിലധികമോ ഡിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലടക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ കാലയളവിൽ അവരുടെ പെൻഷൻ തുക പിടിച്ചുവെക്കുന്നതായിരിക്കും. അക്കാലയളവിലെ പെൻഷൻ തുക പൂർണ്ണമായും ആ ഗുണഭോക്താവിന് നൽകുന്നതുമല്ല. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 35-നും 60-നും വയസ്സിന് ഇടയിൽ ഉള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രായം തെളിയിക്കുന്ന രേഖ നിർബന്ധമായും പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. കൃത്യമായി അതിന്റെ മാനദണ്ഡത്തിൽ പറയുന്നത് അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖയായി ഉപയോഗിക്കാവുന്നത് നിലവിൽ അവർക്ക് ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ എന്നുള്ളത് കൃത്യമായി അവിടെ കുറിച്ചിരിക്കുന്നു. ഇനി അവർക്ക് ഇതൊക്കെ ഒന്നും ഇല്ല എങ്കിൽ ഇതിന്റെ അഭാവത്തിൽ അവർക്ക് വേണമെങ്കിൽ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡോക്ടറുടെ രേഖയായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമർപ്പിക്കാമെന്നുള്ളതും അത് കൃത്യമായി പരിശോധിച്ച് സെക്രട്ടറിമാർക്ക് അതിനുമേലുള്ള നടപടികൾ കൈക്കൊള്ളാമെന്നുള്ളതും അതിനകത്ത് പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച അർഹതാ മാനദണ്ഡത്തിലുള്ളവർക്ക് മുഴുവനും ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അവർക്ക് അംഗമാവുന്നതും അതോടൊപ്പം തന്നെ ഇനി അവരുടെ ആനുകൂല്യം ലഭിക്കുന്നത് അവർ അനർഹമായ രീതിയിലാണ് കൈപ്പറ്റുന്നുള്ളത് എന്ന് സംസ്ഥാന സർക്കാരിന് അത് തെളിയുന്ന പക്ഷം കൃത്യമായി പിഴയോട് കൂടി തന്നെ അവർ ആ തുക ഗവൺമെന്റിലേക്ക് അവർ കണ്ടുകെട്ടുന്നതാണ് എന്ന് കൃത്യമായി അതിനകത്ത് സൂചനയും കൂടി നൽകുന്നുണ്ട്. പൊതുവിൽ ഇത്രയുമാണ് 35-നും 60-നും ഇടയിൽ വയസ്സുള്ള ട്രാൻസ് വുമൺ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വനിതകൾക്ക് നൽകാൻ പോകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വിഷയം.
നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഉത്തരവ് ഇറങ്ങിയെങ്കിലും പഞ്ചായത്തുമായി സംബന്ധിച്ച് വരികയാണെങ്കിൽ ഒരു സെക്രട്ടറിമാർക്കും അല്ലെങ്കിൽ പഞ്ചായത്തിനും ഇതിന് കൃത്യമായ അപേക്ഷ ചെയ്യിക്കേണ്ട രീതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായതിന്റെ ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത് ഏത് വഴിയാണ് സ്വീകരിക്കുക എന്നുള്ളത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല അക്ഷയയിലും CSC കേന്ദ്രങ്ങളിലും ഇതിന്റെ ഓഫ്ലൈനായുള്ള അപേക്ഷ കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാവുന്നു എന്ന് അറിയില്ല. നമുക്ക് അറിയാം, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളും നിലവിൽ എല്ലാം ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ചെയ്യുന്നത്. സ്മാർട്ട് എന്ന ആപ്പ് വഴിയായിരിക്കും ഇത് ചെയ്യുന്നത് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നേരത്തെ ILGMS ഉണ്ടായത് നിലവിൽ അത് സ്മാർട്ട് ആപ്പ് വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. അതുവഴി തന്നെ ഈ ഒരു പെൻഷൻ സമ്പ്രദായം അതിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റാവുന്ന ഒരു സാമാന്യമായിട്ടുള്ള ഒരു വിഷയം എന്നത് കൂടി ഞാൻ ഇതിനകത്ത് ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിലവിലെ പൊതു മാനദണ്ഡ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഷെയർ ചെയ്തു തന്നത്. ഇനി ഇതിന്റെ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായി ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് കമന്റ് ബോക്സിനകത്ത് ഇടുക. കൃത്യമായി ഡിസ്ക്രിപ്ഷൻ വരികയും നിങ്ങൾക്ക് അതിന്റെ ബെല്ലൈക്കണിലൂടെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണമേ എന്നും കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.